ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ ഒരു 6:45 സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ലൈറ്റിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇവിടെ നിന്ന് അതിങ്ങനെ കാണാൻ പറ്റും. എൻ്റെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ രാവിലെ ഈ വെളുപ്പം കാലത്ത് ഇങ്ങനെ നിന്ന് അപ്പോൾ എന്താ പറയുന്നത്, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സാറ്റർഡേ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്തിട്ട് കുറേ നാളായി. എപ്പോഴും സാറ്റർഡേ വ്ളോഗ് പോലെ കുറച്ച് കാര്യങ്ങളെ എടുക്കാറുള്ളൂ. എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് കരുതിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ നടക്കാനൊന്നും പോയിട്ടില്ല. കാരണം മിക്കവാറും സാറ്റർഡേയ്സിൽ പോവാറില്ല, ലീവല്ലേ. അപ്പം രാവിലെ ശ്രീഹരി കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ അതുകൊണ്ട് നടക്കാനൊന്നും പോയില്ല. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശനിയാഴ്ചയായിട്ട് രാവിലെ എണീറ്റ് പൊതിച്ചോറുണ്ടാക്കാൻ മറ്റുണ്ടോയെന്ന് ആരും വിചാരിക്കില്ല. ഇന്ന് കുറേ നാളായി പൊതിച്ചോറുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ വെച്ചിട്ട് 3 മാസമായി. ഞാനൊരു ഓൾറെഡി 3 പൊതിച്ചോറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പൊതിച്ചോറ് ഒരു 2 മാസം 3 മാസം മുമ്പാണ് പൊതിച്ചോറ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അപ്പം ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീക്ക് മിക്കവാറും പുറത്തുനിന്ന് മേടിക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം കഴിഞ്ഞ വീക്ക് ഡേയ്സിൽ എനിക്ക് പീരീഡ്സ് ഒക്കെ ആയി. പിന്നെ കുറേ ഇതായിട്ട് 2 പ്രാവശ്യമൊക്കെ പുറത്തുനിന്ന് ഈ കൈയൊക്കെ മുറിഞ്ഞ് ആ പടക്കുളവായി. ഇപ്പോഴും ആ മുറിവ് മാറിയിട്ടില്ല. ഇതില്ല, ഞാൻ ഇടയ്ക്ക് ഊരി വെക്കും ഈ ബാൻഡേജ്. ഇതങ്ങോട്ട് കൂടാൻ ഭയങ്കര താമസം. അങ്ങനെയൊക്കെയായി ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഈ ശനി ഞായറും പുറത്തുനിന്ന് മേടിക്കില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് അതും അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും മൂഡ് പോലെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ പൊതിച്ചോറുണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് ഈ പൊതിച്ചോറാകുമ്പം ഉണ്ടാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാം. അല്ലെങ്കിലും ഇലയിൽ അത്രയും നേരം ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് അങ്ങ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അരി ഓൾറെഡി ഇട്ടു. രാവിലെ എണീറ്റ് അരി ഇട്ടു. പിന്നെ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ചക്ക തോരൻ. ഇടിഞ്ചക്ക ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. അത് ഇടിഞ്ചക്കയല്ല ചക്കയല്ലാത്തൊരു പരുവമായിരുന്നു. അപ്പോൾ അത് തോരൻ വെച്ചിട്ട് അങ്ങോട്ട് റെഡി ആയില്ല. എനിക്കിപ്പം ഒരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട്. അത് മുറിച്ചൊന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇടിഞ്ചക്ക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണം. എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്കിത് വേവിച്ചെടുത്തിട്ട് അത് ചതച്ചൊക്കെ എടുക്കണം. പിന്നെ മറ്റേ അച്ചിങ്ങാപ്പയർ മെഴുക്ക് വരട്ടി, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്. മീനിൻ്റെ ഐസൊക്കെ പോകാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പുരട്ടിയും വെക്കണം. ഐസ് പോകുമ്പോൾ നേരത്തെ തന്നെ പുരട്ടി വെക്കണം. കാരണം പൊതിച്ചോറ് വേഗം സെറ്റാക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് വെക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കണം. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. അപ്പം മാവെല്ലാം ഒരുമാതിരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പം എപ്പോഴും ഈസ്റ്റ് ചേർക്കാത്ത അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും അതെന്താ അരയ്ക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും. അത് അരയ്ക്കുന്ന ഇപ്പം ഇതിലിപ്പോൾ ഞാനൊരു ഇതിപ്പോൾ 4ാമത്തെ 5ാമത്തെ തവണയും കണ്ടാന്ന് ഈസ്റ്റ് ചേർക്കാത്ത അപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. മിക്കവാറും ശനിയാഴ്ച ഇപ്പം മിക്കവാറും ശനിയാഴ്ചകളിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എപ്പം ഞാൻ അരയ്ക്കുന്നതിന് മുമ്പൊക്കെ വിചാരിക്കും ഇത് വീഡിയോ എടുക്കണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. അരയ്ക്കാൻ വരുമ്പോഴത്തേനും ഞാൻ എല്ലാം അങ്ങ് മറക്കും. പെട്ടെന്ന് ഞാൻ അരച്ചങ്ങ് വെക്കും. വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് ഓർക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ചേർക്കാത്ത അപ്പമാണ് അത്. ഇപ്പോൾ കുറച്ച് നാൾ പ്രാവശ്യമായിട്ട് കുറച്ച് പ്രാവശ്യമൊക്കെ ആയിട്ട് എനിക്ക് നല്ലതായിട്ട് വരുന്നുണ്ട്. ഇന്നലെ ഞാനൊരു ഉച്ചയ്ക്ക് 2 മണിക്ക് അരച്ചു വെച്ചു. ഇപ്പം എന്തേണ്ട നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് അരച്ചതാണ്. അപ്പം ഞാൻ ഒരു 1.25 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരിക്കും. 1.25 കപ്പ് പച്ചരിയും 1 കപ്പ് വേവിച്ച അരിയും പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങയും
4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്താണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈസ്റ്റും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. ഇത്രയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം തേങ്ങ വെള്ളവും മറ്റേ കരിക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, തേങ്ങ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോപ്പർ നമ്മുടെ തേങ്ങ, അല്ലാതെ മിക്കവാറും ഇനി ഞാൻ കരിക്ക് ഉപയോഗിക്കും. പക്ഷെ ഞാൻ ഇന്നലെ കരിക്ക് മേടിക്കാൻ പറ്റുന്നത്, അപ്പോൾ എൻ്റെ തേങ്ങ ചെയ്തിരിപ്പുണ്ടായിരുന്നു. വിചാരിച്ചൊന്ന് തേങ്ങ ചെരുകിയത് വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. പക്ഷെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ അറിയാം. അപ്പം എന്തായിരുന്നു, 1 കപ്പ് പച്ചരി കുതിർത്തിട്ട് അതിലേക്ക് 1 കപ്പ് വേവിച്ച അരി ചേർത്തിട്ടുണ്ട്. ഞാൻ അവലും അല്ല ഇത്തവണ ചേർത്തിരിക്കുന്നത്. മിക്കവാറും ഞാൻ വൈറ്റ് അവലാണ് ചേർക്കുന്നത്, പക്ഷെ ഇത്തവണ ഞാൻ വേവിച്ച അവലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് വേവിച്ച ചോറാണ് ചേർത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകിയത്, 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര. അത്രയേ ഉള്ളൂ. ഇത്രയും ചേർത്ത് അരച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പം കരിക്കും വെള്ളവും കൂടെ ചേർക്കുമായിരുന്നു. കരിക്കും വെള്ളത്തിലായിരുന്നു ഞാൻ ഇത് അരച്ചെടുക്കുന്നതൊക്കെ. പക്ഷെ ഇപ്രാവശ്യം ഞാനതൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പകലൊക്കെ ഒരു 30 ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത്. രാത്രിയിൽ 20-21 കാണിക്കുന്നുള്ളൂ. രാത്രി ആകുമ്പോഴത്തേന് തണുക്കും. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു ഉച്ചയ്ക്കൊക്കെ അരച്ച് വെച്ച് രാത്രി ആകുമ്പോഴത്തേനും നന്നായിട്ട്, ഇപ്പം എല്ലാം ആവും അത് ഉച്ചയ്ക്കൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേനും നല്ലതായിട്ട് ഇരിക്കും. ശരിക്കും ആ ഒരു ഫെബ്രുവരി തുടങ്ങി ഒരു ഫെബ്രുവരി 2nd വീക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടായിട്ട് വന്നായിരുന്നു. പെട്ടെന്ന് ഇതിപ്പോൾ അങ്ങ് താന്നു. ഇപ്പം അധികം വലിയൊരു ചൂടില്ല. ഇന്ന് പകലൊക്കെ നമുക്ക് തുടക്കത്തിൽ ഒരു ചൂടും കൂടി തുടങ്ങിയപ്പോൾ ഭയങ്കരമായി ചൂട് കൂടുന്ന പോലെ തോന്നി. പിന്നെ ഇപ്പം അങ്ങ് താന്നിട്ട് രാത്രിയിൽ ഇപ്പം നല്ല സുഖമാണ്. രാത്രിയിൽ ഇപ്പം നല്ലൊരു ക്ലൈമറ്റ്, മീൻസ് അധികം തണുപ്പുമില്ല എന്നാൽ ഒരു തണുപ്പൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആയിട്ടാണ് ഇപ്പം രാത്രിയിൽ. മാറും. അപ്പം നമുക്ക് ഇടിഞ്ചക്കയൊക്കെ വേവിച്ചേക്കാം. ചായയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ. അപ്പം ഞാൻ ഇടിഞ്ചക്ക ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് അങ്ങ് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചാൽ മതി. വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിക്കാം, പക്ഷെ ഞാൻ എപ്പോഴും ഇത് ചട്ടിക്കകത്താണ് ഇടിഞ്ചക്കയൊക്കെ ഇങ്ങനെ വേവിക്കുന്നത്. അപ്പം നമ്മൾ പയർ മെഴുക്കുവരട്ടിയാണ്. പയർ മെഴുക്കുവരട്ടിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. കുക്കർ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വെസലും കൂടെ ആകുമ്പോൾ നിർത്തും. ഇതിനകത്തൊക്കെ സ്പൂൺ ഞാൻ കഴുകി ഉണക്കിയിട്ട് തിരിച്ചിട്ടിട്ടില്ല. അതിന് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു മടി ഉണ്ടാകത്തില്ലേ. അപ്പം നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് വേവിക്കാൻ വയ്ക്കാം. പയർ മെഴുക്കുവരട്ടിയൊന്നും അധികം ഞാൻ കാണിക്കുന്നില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പയറും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കും. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. എപ്പോഴും എനിക്ക് അബദ്ധം പറ്റുന്നതാ, ഒത്തിരി വെള്ളം ഞാൻ ഒഴിക്കും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ മീനിൻ്റെ ഐസ് മാറാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ നമുക്ക് അപ്പോഴത്തേനും അതിൻ്റെ മസാല അങ്ങ് റെഡിയാക്കി വെക്കാം. ഒന്നുമില്ല, ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളി, കുറച്ച് വിനാഗിരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് അങ്ങ് അരയ്ക്കുക. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ വലിയ ഇല്ലാണ്ട് ഒരെണ്ണേ ചേർത്തുള്ളൂ. ഒരെണ്ണേ ഇട്ടുള്ളൂ. ഒരെണ്ണം കൂടി ഇടാം. വലിയ അല്ലി ആയതുകൊണ്ട് ഒത്തിരി ഇട്ടായതിന് എൻ്റെ ചുവ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഞാനൊന്ന് മുറിച്ചിടുക. ചിലപ്പോൾ ഇതിങ്ങനെ അരയത്തില്ല. നമ്മൾ ഒത്തിരി സംഭവം എടുക്കാത്തപ്പം കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. അപ്പം ഇതിങ്ങനെ ഉണ്ടയായിട്ട്, പ്രത്യേകിച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും, ഇഞ്ചി പിന്നെ അരയും, ഇങ്ങനെ കിടക്കും. ഉപ്പ്
പൊടി കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് കുരുമുളക്. അപ്പോൾ ഇത്ര അരച്ച് നന്നായിട്ട് അങ്ങ് പുരട്ടി വെക്കുക. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിത് വറക്കത്തുള്ളൂ. പൊതിയൊക്കെ കെട്ടാറൊക്കെ ആകുമ്പോഴത്തേനും ബാക്കിയെല്ലാം വെന്ത് കഴിയുമ്പോഴേ ഞാനിത് വറക്കത്തുള്ളൂ. അതെ, എനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റി. ഈ മീനിൻ്റെ വെള്ളം, മീൻ ഞാൻ ഈ പാത്രത്തിനകത്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണമായിരുന്നു അരപ്പ് വരട്ടാൻ. ഞാൻ അതോട് കൊണ്ടുവന്ന് അങ്ങ് അരപ്പ് വരട്ട്. സാരമൊന്നുമില്ല, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിനാണ്ട് അപ്പോൾ ആ ഐസ് കുറച്ചിരുന്നു ഒന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഒന്ന് കഴുകിയിട്ട് ഞാനവിടെ മാറ്റി വെച്ചു. അത് ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വെക്കണമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിലായിപ്പോയി അരപ്പ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കരിവേപ്പില അരയ്ക്കാൻ മറന്നുപോയി. പോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇടിഞ്ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് ചതയ്ക്കണം. മെഴുക്കുവരട്ടി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, അതിനകത്ത് എണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെന്താണ്, ഗ്രീൻ പീസ് ഇപ്പോൾ വേവിക്കണം. പിന്നെ ലാസ്റ്റ് അപ്പം ചൂടാം. ചോറെല്ലാം ആയിരിക്കുകയാണ്. ഇനിയിപ്പം ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടില്ലല്ലേ, ബെസ്റ്റ്. ഇന്നെന്താണോ എന്തോ, ഇന്ന് രാവിലെ കറണ്ട് പോയി. ഞാൻ പെട്ടെന്നൊരു അയ്യോ, ഇന്ന് എൻ്റെ പ്ലാനുകളെല്ലാം പൊളിയൊന്ന് തോന്നുന്നു. ഇനി എന്താ, ചമ്മന്തി അരയ്ക്കണം. ഗ്രീൻ പീസ് കറിക്ക് ഞാൻ ഗ്രീൻ പീസ് കുറുമയ്ക്ക് തേങ്ങ അരയ്ക്കണം. ഭാഗ്യത്തിന് ഞാൻ മീൻ അരച്ച് വെച്ചു. പക്ഷെ മീനിപ്പം എല്ലാം പുരട്ടി വെച്ചു. കറണ്ട് ഇല്ലെങ്കിൽ ഞാൻ തേങ്ങ അരച്ചുള്ള ചമ്മന്തിക്ക് പകരം വേറെന്തെങ്കിലും ഒപ്പിക്കും. കറണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യും. ഇന്ന് പക്ഷെ ഒന്നും മറ്റേതിങ്ങനെ കറണ്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയുന്ന, മീൻസ് നേരത്തെ ഇത്ര മണിയല്ല അങ്ങനെ വരുന്നതാണ് ഇത് കാണുമെന്ന്. ഇന്നൊരു ഓർക്കാപ്പുറത്തൊരു കറണ്ട് പോകല്ലേ, വന്നു. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ പ്ലാനൊക്കെ പൊളിയുമെന്ന്. അപ്പം ഈ കുറച്ച് ഈ രാവിലത്തെ കുഴപ്പമില്ല. ഇവിടെ ഒരു പകൽ സമയം ഇതിനകത്ത് വീഡിയോ എടുക്കാൻ കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെട്ടം. ഇവിടെ അങ്ങനെ കറണ്ട് പോകാത്തതാ. ഇവിടെ എന്താണെന്നറിയത്തില്ല. അതിനും പോകും. ഞാൻ വേഗം നിന്ന് ചമ്മന്തിയൊക്കെ ഇത് ചെയ്യട്ടെ. അപ്പം ഞാൻ മീൻ എല്ലാം പുരട്ടി വെച്ചു. ഇനി നമുക്ക് തോരനൊക്കെ ലാസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാൻ വയ്ക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോയും ഞാനിവിടെ ഇന്നലെ രാത്രിയിലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബോള കട്ട് ചെയ്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പം സബോളയും കൂടെ ചേർക്കണം. പിന്നെ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം പോകത്തില്ല, നമ്മുടെ പൊട്ടറ്റോയുടെ നിറം മങ്ങത്തില്ല. അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് വേവിക്കാൻ വെച്ചിട്ട് ഞാനങ്ങ് തേങ്ങ തിരുമാവെന്ന് വിചാരിക്കുന്നു. ശ്രീഹരി കാത്തു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോയാലോ. ഇന്ന് ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഷോർട്സ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഗ്രീൻ പീസ് കുറുമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഈ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂട്ടുന്ന, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടും. ഞാൻ പൊറോട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഫ്രോസൺ. അപ്പം അതും ഇന്ന് വൈകുന്നേരം അത് 5 എണ്ണം ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിക്കത്തുള്ളൂ. അപ്പം 5 എണ്ണം. അതിൽ ഒരെണ്ണം നേരത്തെ എടുത്തു, ഇന്നലെ തന്നെ എടുത്തു. അപ്പം ബാക്കി ഇരിപ്പുണ്ട്. അതും പിന്നെ ചപ്പാത്തിയും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രിയിലത്തെ പരിപാടി അങ്ങ് തീരുമല്ലോ, ഈ ഗ്രീൻ പീസ് കുറുമ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ അപ്പത്തിൻ്റെ മാവും ചിലപ്പം ബാക്കി കാണുമായിരിക്കും. തോരൻ നമുക്ക് ലാസ്റ്റ് റെഡിയാക്കിയാൽ മതി. കാരണം ഇനി ജസ്റ്റ് അതൊന്ന് കടു വറുത്തൊന്ന് അരപ്പൊന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. നമുക്ക് ആദ്യം ചെയ്യേണ്ട ചമ്മന്തി ഒന്ന് അരയ്ക്കണം.
ഒരു സബോളയും കൂടെ കട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി. ഇത് ആക്ച്വലി ഈസി ആയിട്ടുള്ള കുറുമയാണ്. ഇതിനകത്ത് സബോള ഞാൻ പറഞ്ഞ ഇഞ്ചി ചേർത്ത് വെക്കാനും മറന്നു. ഞാൻ എങ്ങനെയാന്ന് ഇത് വളരെ ഈസി ആയിട്ടുള്ള കുറുമ. ഒരു എന്താ പറയുന്നത്, അങ്ങനെ വലിയ വഴറ്റലും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെയൊന്നും വഴറ്റുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് വേവിക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർക്കണം. ഇഞ്ചിയും പച്ചമുളകും ഇങ്ങനെ ഇതങ്ങ് തീരെ നൈസായിട്ട് അരിയും വേണ്ട ഈ സബോളയൊന്നും. ഇച്ചിരി കട്ട്, കാരണം ഇത് നല്ലപോലെ വെന്തങ്ങ് പോവുമല്ലോ ഇതിൻ്റെ കൂടെ. ഞാനങ്ങ് വേഗം തേങ്ങ തേമാന്ന് വിചാരിച്ചു. കാരണം ശ്രീഹരി നോക്കി നിന്നാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു പേടി. ഇന്ന് ആദ്യമേ ഒരു സിഗ്നൽ തന്നു കറണ്ട് പോകുന്നതിനെ പറ്റി. അപ്പം എൻ്റെ ചമ്മന്തി ഒന്നും നടക്കത്തില്ല. അപ്പോൾ ചായ ഇട്ടു. ചായ കുടിക്കണമെന്നുണ്ട്. ചായ ഇരുന്ന് കുടിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ചമ്മന്തി അരച്ച് വെച്ചിട്ടാണ് ചായ കുടിക്കാൻ. ഇപ്പോൾ രാവിലെ ഇവിടെ ഭയങ്കര ചൂട്, നല്ല ചൂട് ഇവിടെ രാവിലെ. ഞാൻ ആ തേങ്ങ തിരുമാനായിട്ട്, അല്ലെങ്കിൽ ഈ വെള്ള ഡ്രസ്സിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ അതേ ചാരി നിൽക്കുമ്പോൾ വെള്ളവും പറ്റിയത്, അതിനാണ് ഞാൻ ഏപ്രൺ എടുത്ത് ഇട്ടത്. പക്ഷേ ഇതെല്ലാം കൂടി ഇടങ്ങ് ചൂടെടുക്കുന്നു. അത് രാവിലെ ഇങ്ങോട്ട് വെയിലടിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മിക്കവാറും ഒരു മോർണിംഗ് വ്ലോഗിൽ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ആയി ഫുട്ടേജസ്. ടൈം നോക്കിയിട്ട് കുറച്ചുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. ചിലപ്പോൾ ഞാനൊരു ഹാഫ് ഡേയിൽ അങ്ങ് നിർത്തും. വൈകുന്നേരം ഇന്ന് ഇവിടെ പോകാൻ ചാൻസ് കുറവാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് വേഗം എടുക്കട്ടെ. ചമ്മന്തി അരയ്ക്കുന്നത് തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയല്ല സോറി, തേങ്ങ ചിരകിയത്, കുഞ്ഞുള്ളി, ഇഞ്ചി, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിനകത്തിട്ട് ചതയ്ക്കാവുന്ന. വറ്റൽമുളക് ഇങ്ങനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതിനകത്തിട്ട് ചതയ്ക്കാവുന്ന, അങ്ങനെ ചമ്മന്തിയാക്കാം. പിന്നെ കുറച്ച് പുളിയും കൂടെ ചേർക്കണം. അപ്പം നമുക്കത് ചെയ്യാം. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അത് ഈ തേങ്ങ, കുഞ്ഞുള്ളി, ഇഞ്ചി ആ ഒരു കാര്യത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുളിയും പിന്നെന്താണ് ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് ഒന്ന് ചതച്ച് ഒന്ന് അരച്ചെടുക്കാം. അല്ല ഒത്തിരി അങ്ങ് അരയണ്ട. ഇങ്ങനെ ചമ്മന്തി എപ്പോഴും ഒന്ന് ചതവിലും കുറച്ചുകൂടെ കൂടുതലൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇടിഞ്ചക്ക അവിടെ എല്ലാം ഇടിച്ച് റെഡിയാക്കുന്നുണ്ട്. എല്ലാം ഇടിച്ചൊക്കെ റെഡിയാക്കി എടുത്തു. ഇടിഞ്ചക്ക തോരൻ ഞാൻ എന്താ പറയുന്നത്, എളുപ്പമായിട്ട് വെക്കുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മീൻ വറക്കാനും കൂടെ വെക്കുന്നുണ്ട്. അപ്പം എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് കടുക്, മുളക്, കറിവേപ്പില, നമ്മുടെ അതിൻ്റെ പറയുന്ന പേര് ഉഴുന്നുപരിപ്പ്, ഇത്രയും ചേർത്ത് കടുക് വറുക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു. ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അതിനകത്തിട്ട് വഴറ്റി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക അതിനകത്തേക്ക് ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഇവിടെ റെഡിയായി. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി.
അപ്പം മീൻ ഇനി അതങ്ങ് വറുത്തെടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ തോരനും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം ചട്ടി തന്നെയാണ് ഞാൻ എടുത്തത്. അത് തോരൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം, കരിഞ്ഞു പോകല്ലേ, മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയും പെരുംജീരകവും കൂടെ ചേർത്ത് അതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കുറുമക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അപ്പം ഇവിടെ കണ്ട എല്ലാം പുളിച്ച് നന്നപ്പം എല്ലാം പൊങ്ങിയിരിപ്പുണ്ട്. ഇതങ്ങ് അപ്പം ഇനിയും ചുട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും റെഡിയായി. അതിനിടയ്ക്ക് ഞാൻ മുട്ടയൊക്കെ പൊരിച്ചു. പിന്നെ ഞാൻ അപ്പമൊക്കെ ചുട്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള അപ്പമൊക്കെ ചുട്ടു തുടങ്ങി. ഈസ്റ്റ് ഇല്ലാതെ ഇപ്പം ഇനി സമ്മറല്ലേ വരുന്നത്, സമ്മറാണ് ഇപ്പോൾ, ഞങ്ങൾക്കൊക്കെ സമ്മറായി. അപ്പോൾ ഈ ഈസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ അരച്ച അപ്പം ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ അങ്ങ് പൊതിഞ്ഞു വെച്ചു. അപ്പം ഇനി കുറേ നേരം ഇരിക്കുമല്ലോ, അപ്പം ഞാൻ ഇലയൊക്കെ വാട്ടിയെടുത്തു. അതിലേക്ക് ചോറ് വിളമ്പി. ഇതിപ്പോൾ ശ്രീഹരിക്കുള്ളതാണ് ഞാൻ എടുക്കുന്നത്. ഇടിഞ്ചക്ക തോരൻ, പയർ മെഴുക്കുവരട്ടി, അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി, പിന്നെ മീൻ വറുത്തത് വെച്ചു. പിന്നെ നമ്മുടെ ചമ്മന്തി, മുട്ട പൊരിച്ചത്, പിന്നെ എന്തെങ്കിലും ഒരു നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും ഉള്ള അച്ചാറും കൂടെ അങ്ങ് വെച്ചു. ഇനി ഇതങ്ങ് പൊതിഞ്ഞ് വയ്ക്കുക. ആക്ച്വലി ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് സംഭവമാണ് ഈ പൊതിച്ചോറെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു 10നും 10:30ക്കും ആ ഒരു 10-10:30 സമയത്താണ് ഇത് പൊതിഞ്ഞ് വെക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്ന ഒരു 1:30 കഴിയുമ്പോഴാണ്. നല്ലതായിട്ടിരുന്നു. ഇത്രയും നേരം ഇരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത്രയും നേരത്തെ പൊതിഞ്ഞ് വെക്കുന്നത്. മറ്റേത് എങ്ങനെയൊക്കെ പോയാലും ഒരു 11 മണിയെങ്കിലും 11:30 ഒക്കെ ആകാറുണ്ട്. പക്ഷെ ഇത്രയും നേരത്തെ പൊതിഞ്ഞ് വെക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ഈ പൊതിച്ചോറിന്. ഇപ്പോഴും ഞാനത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചൊന്നും കഴിഞ്ഞിട്ട് പോയില്ല, കാരണം ഭയങ്കര വെയിൽ. അപ്പോൾ ആ വെയിലത്ത് അത്രയും വെയിലത്ത് ഇറങ്ങിയില്ല. ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു, വെയിലൊക്കെ ആറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ കല്യാണ നഗർ ഭാഗത്ത് തന്നെയാണ്, ഞങ്ങൾ സ്ഥിരം പോകുന്ന ഭാഗം തന്നെയാണ്. അപ്പം ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം 1 മണി കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. എൻ്റെ ഉച്ചക്കത്തെ പണിയൊക്കെ 10:15 ആയപ്പോഴേ എല്ലാം റെഡിയായി, എല്ലാം സെറ്റായി. പിന്നെ എനിക്ക് വലിയ പണിയില്ലായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നു. ഞാൻ രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞിട്ടാണ് എണീറ്റ് എല്ലാം അങ്ങ് ചെയ്ത് തീർത്തില്ല ഒറ്റയടിക്ക്. അപ്പോൾ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ തുണി നനയ്ക്കാനിട്ടു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി നമുക്ക് ചോറുണ്ണാം. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൂടുതലായിട്ട് അത് പൊതിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്നാൽ 1 മണി 1:15 ആറേ, ഒരു 1:30 കഴിയുമ്പോഴേ ചോറുണ്ണുന്നുള്ളൂ. 10 മണിയായി ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ശ്രീഹരിയും ഞാനും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് 10:30 ആകുമ്പോൾ ഉടനെ ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ നമുക്കിനിയും ഫുഡ് കഴിക്കാൻ പോവാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരമായി. ഇടയ്ക്കിനി പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തു, അത്രേ ഉള്ളായിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാം, പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്തെ ഇന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. സ്ഥിരം നമ്മുടെ സ്ഥലം ഫിൽറ്റർ കോഫിയാണ്. കല്യാൺ നഗറിലെ HRBR ലേഔട്ടിലുള്ള അത് നല്ല ഒരു റെസ്റ്റോറൻറ്റ്. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പം പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്നൊന്നും അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പം പനിയാരം വാങ്ങിച്ചു, പനിയാരവും ചായയല്ല കാപ്പി. ഫിൽറ്റർ കോഫി വരുമ്പം കോഫിയല്ല കുടിക്കണ്ടേ. അപ്പോൾ നല്ല പനിയാരവും കോഫിയൊക്കെ ആയിരുന്നു. അപ്പം
അതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ തന്നെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു ബനസ്വാടി ഏരിയയ്ക്ക് ആകും. ആ ഭാഗത്ത് ഒരു കേരള മാർക്കറ്റുണ്ട്, അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടെ പോയി ഇത്തവണ മുട്ടയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പം ഇത്തവണ നടുമുറ്റം കേരള സ്റ്റോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കൂടുതലും നാട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ചക്ക ഇവിടെ പച്ച ചക്ക വലുത് കിട്ടത്തില്ല. ഇടിയഞ്ചക്ക ഇഷ്ടം പോലെ കിട്ടും, പക്ഷേ ഇതുപോലത്തെ ചക്ക കിട്ടത്തില്ല. വലിയ ചക്ക നമ്മുടെ കിട്ടത്തില്ല. പഴുത്ത ചക്ക ഇഷ്ടം പോലെ കിട്ടും, പക്ഷേ പച്ച ചക്ക അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ബാക്കിയുള്ള കടകളിൽ. പിന്നെ നാടൻ കോഴിമുട്ട, താറാമുട്ട, കാന്താരി മുളക്, കൂർക്ക, അങ്ങനെയുള്ള ഐറ്റംസ്, കാച്ചിൽ, ഇതൊന്നും സാധാരണ ഇവിടുത്തെ പച്ചക്കറി കടയിൽ അങ്ങനെ കിട്ടത്തില്ല. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ കേരള മാർക്കറ്റിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ ചുമ്മാ വന്നപ്പോൾ ലുംബിനിയിൽ സൺസെറ്റ് ആയപ്പോഴത്തേനും ലുംബിനി ചുമ്മാ കുറച്ച് നേരം, ഇന്ന് വേറെ എവിടെയും പോയില്ലല്ലോ, കുറച്ച് നേരം നിന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ലുംബിനി നിൽക്കുകയാണ്. അവിടെ ഇഷ്ടം പോലെ പേര് ഈ സമയമാകുമ്പോഴത്തേനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരും, സൂര്യാസ്തമനം കാണാനും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ അങ്ങനെ ഈ ശനിയാഴ്ച ഇങ്ങനെ അങ്ങ് പോയി. പ്രത്യേകിച്ച് അങ്ങനെ പുറത്തേക്കൊന്നും കഴിഞ്ഞ 2 ശനിയാഴ്ചകളും ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഒരു നല്ല പൊതിച്ചോറൊക്കെ ഉണ്ടു. ആ ഒരു പൊതിച്ചോറ് എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ കൊതി വരുന്നു. എന്താണെന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് ഒരു ടേസ്റ്റ് തോന്നിച്ചു എനിക്ക് അന്ന് ഇപ്രാവശ്യം ഉണ്ടാക്കിയ ആ പൊതിച്ചോറ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്.